നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, ഞാൻ ഇനി 1-2 ദിവസം ഞാൻ ഉണ്ടാവില്ല, കുറച്ച് തിരക്കുകളിൽ പെട്ടിരിക്കുകയാണ്. സോ ഈ റീഡിങ് ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതും ഇന്നത്തെ. ഇനി ഞാനിത് അടുത്ത 2 ദിവസത്തേക്കുള്ള എനർജി നിങ്ങൾക്ക് ഇടാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താ ഫീൽ ചെയ്യുന്നത് എന്നുള്ള സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ആൻഡ് അവർക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത 2 ദിവസത്തെ ഒരു എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. ലെറ്റ്സ് സീ. പേഴ്സണൽ റീഡിങ്സിന് ഞാൻ അവൈലബിൾ അല്ല, പ്ലീസ്. ഓക്കെ, ഒന്നിനും ഞാൻ ആക്ച്വലി ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. നമുക്ക് പേഴ്സണിന് നിങ്ങളോട് എന്താ പറയാനുള്ളത് എന്ന് നോക്കാം. ലെറ്റ്സ് സീ അവരുടെ ഫീലിങ്സ് ആൻഡ് വാട്ട് ഡു ദേ വാണ്ട് ടു സേ ടു യു. Knight of Swords, Nine of Cups, Ace of Wands, very good, Ten of Swords. Oh, Lover's energy, wow, beautiful. Okay, strength and ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുമാറി പോയിട്ടുണ്ടാവാം. ഓക്കെ, ഒരു എൻഡിങ്, സഡൻ എൻഡിങ് ചിലപ്പോൾ വന്ന് കാണാം. ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ ഒരു എനർജി ഉണ്ട്. 10 ഓഫ് സോർഡ്സ് എനർജിയാണ്. സോ സഡൻ ആയിട്ട് പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഒരു എൻഡിങ് നിങ്ങളുടെ ഇടയിൽ വന്ന് കാണാം. ഒരു നിങ്ങളുടെ പേഴ്സൺ വിട്ടുമാറിപ്പോയ രീതിക്കാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. കൂടുതലും നിങ്ങളുടെ പേഴ്സണെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയി, പെട്ടെന്ന് സഡൻലി എന്തെങ്കിലും പറഞ്ഞ് ഒരു അപ്സെറ്റായി, അല്ലെങ്കിൽ ദേഷ്യം വന്നു, വട്ടെവർ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, മേ ബി ഫുൾ മൂൺ കടന്നുപോയ സമയത്തായിരിക്കാം. ഇവിടെ ഒരു മൂണിൻ്റെ ഇവിടെ ഉണ്ട്. സോ മേ ബി ഓക്കെ, ഒരു സഡൻ എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ആ എൻഡിങ് പക്ഷേ നല്ലോണം വേദന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയി പേഴ്സൺ എന്ന രീതിക്കാണ്. അവർ ചിലപ്പോൾ ഒന്നും പറയാതെ പോയി കാണാം. ഓക്കെ, നിങ്ങൾക്കൊരു ആൻസർ പോലും തന്നു കാണില്ല, എന്താണ്, അല്ലെ നിങ്ങളുടെ ഒരു ക്ലാരിറ്റി പോലും തന്നു കാണില്ല. എന്താ അവർ പോകുന്നോ അല്ലെങ്കിൽ എന്തിനു പോകണോ ഒന്നും പറഞ്ഞു കാണില്ല. ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ പോയത്. നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ബട്ട് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച റിപ്ലൈ ഇല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലോക്കൊക്കെ ആയിരിക്കാം. ഓക്കെ, ഒരു സഡൻ എൻഡിങ്ങിൻ്റെ എനർജി വളരെ ഹൈ ആയിട്ട് എനിക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വിട്ട് മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ അവരുടെ മനസ്സിൽ ആക്ച്വലി എത്രയും വേഗം തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് അവർക്ക് ആഗ്രഹം. ഓക്കെ, അവർ ഒരു സഡൻ ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിട്ടുപോയത് ഇപ്പോൾ ഈ അടുത്തല്ല, എപ്പോഴായാലും ശരി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് അവരുടെ ഉള്ളിൽ ഒരു ഫീലിംഗ് വരും, തെറ്റ് നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്ന രീതിക്ക് ഒരു സഡൻ ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. ഒരു എടുത്ത് ചാടിയിട്ട് നമ്മൾ പറയില്ല ചിലപ്പോൾ, കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആവുന്നുണ്ട് ഇപ്പോൾ. എനിക്ക് അവരുടെ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ചിലപ്പോൾ വിട്ടുമാറി നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ആ ഒരു മിസ്സിങ് എനർജി വരുന്നത്. അതുകൊണ്ടായിരിക്കാം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോടൊരു കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ അട്രാക്ഷൻ്റെ കാര്യമാണ്. സോ എവിടെയോ അവർ എന്തുകൊണ്ടാണെന്നറിയില്ല, മേ ബി ഒരു അത് വേണമെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. എവിടെയോ നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ആൻഡ് നിങ്ങളോട് വല്ലാതെ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ആ അട്രാക്ഷൻ്റെ പേരിലാണ് നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് വരണം എന്ന രീതിക്ക് അവർ മേ ബി നിങ്ങളായിരിക്കാം വിട്ടുമാറി, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു അട്രാക്ഷൻ നമ്മൾ പറയില്ല, ഒരാൾ അങ്ങനെ ധൈര്യത്തിലൊരു സ്റ്റെപ്പൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു ഇത് തോന്നും, എന്നിട്ട് ഇങ്ങനെ അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് തോന്നലായിരിക്കാം. അങ്ങനെയാവാം. അല്ലെങ്കിൽ അവർ പോയതാണെങ്കിലും ശരി, എവിടെയോ അവരെ ട്രിഗർ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഒരു നിങ്ങളെ മിസ് ചെയ്യുന്ന പോലെയുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, 9 ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മളൊരു വിഷ്വൽ ഫിൽമെൻ്റ് എന്ന രീതിക്ക് എവിടെയോ നിങ്ങളെ അവർ ശരിക്കും വളരെ ഒരു ഹൈ ഇതിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ക്വീൻ ഓഫ് വാൻസ് എനർജിയാണ്. സോ നിങ്ങളെ വളരെ കേപ്പബിൾ ആയിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്, നിങ്ങളെ കോൺഫിഡൻറ്റ്, അതാണ് ഞാൻ ഓക്കെ യെസ് അതാണ് എനിക്ക് തോന്നിയതായിട്ട് നിങ്ങളാണ് വിട്ടുപോയത്. കാരണം ഇവിടെ നിങ്ങളൊരു വളരെ കോൺഫിഡൻറ്റ് എനർജിയിലാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു ധൈര്യത്തിൽ ഒരു ആക്ഷൻ എടുത്ത് കാണാം. ദറ്റ് പേഴ്സണിനെ വിട്ട് മാറി നിങ്ങളായിരിക്കാം പോയത്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കാണും തെറ്റില്ല, വേണ്ട എന്ന രീതിക്ക്. എവിടെയോ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ സപ്പോസ് ഇപ്പോൾ പേഴ്സൺ വിട്ടുപോയിട്ട്, ഓക്കെ, വിട്ടുപോയിട്ടും നിങ്ങൾക്ക് അപ്സെറ്റ് അല്ല, നിങ്ങൾ ഓക്കെ ആയിട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതായിരിക്കാം ചിലപ്പോൾ അവർ അട്രാക്ട് ചെയ്യുന്നത്. എന്തായാലും ശരി, അവർക്ക് എടുത്തയാടി ഇപ്പോൾ തിരിച്ച് വരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ ഒരു വിഷായിട്ട് അവർ കാണുന്നുണ്ട്, ആഗ്രഹം എന്ന രീതിക്ക് കാണുന്നുണ്ട്, ഫാമിലി പോലെ, അല്ലെങ്കിൽ ഒരു അത്രയും സ്നേഹത്തോടെ അവർ കാണുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ട് റിന്യൂവൽ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് വാൻസ് വരുമ്പോൾ നമ്മളൊരു വീണ്ടും റീസ്റ്റാർട്ട് എന്ന രീതിക്കാണ്, ഒരു റീബർത്ത്, റീഗ്രോത്ത് എന്നൊക്കെ പറയാം. എനിക്ക് വീണ്ടും ബന്ധത്തിനെ ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പാഷനേറ്റ് ആയിട്ടൊരു മീറ്റിംഗ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ് എല്ലാം കാണിക്കുന്നത്. എന്ത് എൻഡിങ് വന്നിട്ടുണ്ടെങ്കിലും ശരി, ഓക്കെ, ആ എൻഡിങ്സിൻ്റെ
മേ ബി ആ എൻഡിങ്ങിന് ശേഷം റിയലൈസേഷൻ വന്നതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് നിങ്ങളെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് ആ ഒരു ഫീലിംഗ്, അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർ തിരിച്ചറിയുന്ന പോലെയാണ്. അഗെയിൻ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒക്കെ അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ എത്ര അകന്നാലും എത്ര എവിടെ മാറിപ്പോയാലും ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഒരു പുൾ നമുക്ക് അത് മാറിപ്പോവില്ല. ഓക്കെ, ദെൻ കുറച്ചുകൂടി എടുത്തേക്കാം. ഇവിടെ പേഴ്സൺ മാറിപ്പോയ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ മാറിയതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളായിരിക്കാം വിട്ടുപോയത്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താ പറയാനുള്ളത് നോക്കട്ടെ. സോറി, ഞാൻ കാർഡ് മറയ്ക്കും. ഓക്കെ, സ്റ്റാർ കാർഡാണിത്, ഞാൻ എന്തിനെ മറച്ചു വയ്ക്കും. 8 of Swords. അവർക്ക് യെസ് നിങ്ങളെ മിസ് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന രീതിക്ക് അവർക്ക് അവർ കരുതുന്നത് മേ ബി നിങ്ങൾ മാറിപ്പോയതായിരിക്കാം. അവരെ ഭാഗത്തു നിന്ന് എന്തോ അവർ ഹേർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ, അത് സത്യം തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ മാറിപ്പോയതും. ഓക്കെ, ബട്ട് അവർക്ക് ഇപ്പോഴാണ് അവർക്ക് റിയലൈസേഷൻ വരുന്നത് ദാറ്റ് നിങ്ങളെ നഷ്ടപ്പെട്ടോ എന്നവർക്ക് ചിന്തിക്കുക, അവർ തോന്നുന്നുണ്ട്. ആൻഡ് ആ നഷ്ടപ്പെടൽ അവർക്ക് തീരെയും അവർക്ക് അങ്ങനെ ആഗ്രഹമില്ല, നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല. നിങ്ങളെ ചേർത്ത് പിടിച്ചു വെക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് തന്നെയാണ് ഈ 2 കാർഡും പറയുന്നത്. ഇവിടെ കുറച്ച് പേർക്ക് പേഴ്സൺ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെയല്ല. അതിൻ്റെ എനർജി വരുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടാതെ പിടിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, കാരണം നിങ്ങളെ സ്റ്റാർ ആയിട്ടാണ് കാണുന്നത്. അഗൈൻ അവർക്കൊരു പ്രതീക്ഷയുണ്ട് ദാറ്റ് എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷനൊക്കെ ഒന്നും ബെറ്റർ ആവും എന്ന രീതിക്ക് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. 8 of Swords ഉണ്ട്. അവർ സ്റ്റക്കാണ്. പക്ഷേ ഓക്കെ, അവർക്ക് എങ്ങനെ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ എന്തെങ്കിലും സിറ്റുവേഷൻ സാഹചര്യം കൊണ്ടായിരിക്കും അപ്പോൾ അവർ വരുന്നില്ലെങ്കിൽ തന്നെ ഇവിടെ എത്രയും പെട്ടെന്ന് ഒരു ആക്ഷനാണ് എനിക്ക് കാണുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എനർജി ആണുള്ളത്. പക്ഷേ അവർ മേ ബി അവരുടെ സിറ്റുവേഷൻ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ അവർ സ്റ്റക്കായിരിക്കാം. ഒന്നുമില്ലെങ്കിൽ അവർ ചിലവർ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ സിക്ക്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആരെങ്കിലും സിക്ക്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം, അസുഖം, അങ്ങനത്തെ കാര്യങ്ങൾ, ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യേണ്ട എന്തെങ്കിലും അവസ്ഥ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യത്തിൽ കുറച്ച് പേര് പെട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. പിന്നെ കുറച്ച് പേർക്ക് എനിക്ക് കാണുന്നത് അവരെ ലൈഫിൽ അവർ പല സിറ്റുവേഷനും അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ്. അതായത് അവർ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുമ്പോഴും അവരെ പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട്. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അഗൈൻ കിങ് ഓഫ് കപ്സ് എനർജി, ഫീലിങ്സ്. സോ അവർ ഉള്ളിൽ ഒരുപാട് സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ്, അട്രാക്ഷൻ, പാഷൻ, എന്താ പറയുക, എല്ലാം, സ്റ്റെബിലിറ്റി, സ്നേഹം, എന്ത് വേണമെങ്കിൽ നിങ്ങൾ പേര് വിളിച്ചോളൂ, എല്ലാം ഉണ്ട്. പക്ഷേ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയില്ല. ഓക്കെ, അതാണ് ഒരു ചെറിയൊരു പ്രോബ്ലം. ഇത് ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഐ തിങ്ക് ദേഷ്യം വരുന്നുണ്ടാവുക. ബട്ട് അങ്ങനെ അവരൊരു നേച്ചറായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചിലവർ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യും. കുറച്ച് പേര് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരോടെയും തുറന്നൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹേർട്ടാവുമോ എന്നുള്ള പേടിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് അവരുടെ വൂൺസ് ആണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് അങ്ങനെ ചില ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൺട്രോൾ പോയാലോ എന്ന രീതിക്കൊരു തോന്നൽ. ഓക്കെ, നമ്മൾ സിറ്റുവേഷൻ, അതായത് എൻ്റെ കൺട്രോളിൽ നിന്നില്ലെങ്കിലോ ഇനി ഇപ്പോൾ, കാരണം ഇവിടെ എനിക്കൊരു എംപറർ കൂടി കണ്ടിരുന്നു, അതുകൊണ്ട് കൂടി ടൈം പറഞ്ഞു അവരൊരു കൺട്രോൾ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എവിടെയോ. ഓക്കെ, ആക്ഷൻ എടുക്കണമെന്നുണ്ട്. Ace of Swords ആണ്. ഓക്കെ, അഗൈൻ ഇവിടെ Queen of Wands നമ്മുടെ. ഓക്കെ, നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. ആൻഡ് ഇവിടെ Ace of Swords ആണ്, ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. ട്രൂത്ത്, ക്ലാരിറ്റി ഒക്കെയാണ്. നിങ്ങൾ തമ്മിൽ ഒരു ക്ലാരിറ്റി വരും, എനർജി ഉണ്ട്, ചേഞ്ചസ് വരും, മാറ്റം വരും. ഓക്കെ, ബട്ട് ഇപ്പോൾ അവർ വരുന്നില്ലെങ്കിൽ അതെന്തെങ്കിലും അവരുടെ ലൈഫിൻ്റെ തടസ്സം കൊണ്ടാണ്. സോ ഡോണ്ട് വറി. ഓക്കെ, നിങ്ങളെ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അവരതിനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അവർക്ക് നല്ല പേടി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അവർക്ക് പ്രതീക്ഷയുണ്ട് സിറ്റുവേഷൻ നേരാക്കാൻ പറ്റും എന്ന രീതിയിൽ അവരുടെ മനസ്സിലുണ്ട്. ആൻഡ് എത്രയും വേഗം അവർ തിരിച്ച് വരും എന്ന് തന്നെയാണ്. റീയൂണിയൻ ഉണ്ടാവും, കാരണം ലവേഴ്സ് എനർജി ഉണ്ട്, റീയൂണിയൻ പോസിബിൾ ആണ്. നിങ്ങൾ തമ്മിലുള്ള സോൾമേറ്റ് കണക്ഷനും നമുക്ക് കാണുന്നുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് വേറെ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. യു ഇൻസ്പയർ മീ സോ മച്ച്, യു ആർ മൈ മ്യൂസ്. സ്റ്റാർ എന്ന് പറയുമ്പോഴും അത് തന്നെയാണ്. സ്റ്റാർ കാർഡും നമ്മൾ പറയുന്നത് അവരുടെ ഒരു പ്രതീക്ഷ, അവരൊരു ഹോപ്പ്, അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതേ തന്നെയാണ് ഇവിടെയും പറയുന്നത്. യു ആർ ഇൻസ്പയർ മീ സോ മച്ച്. നിങ്ങളെ കാണുമ്പോൾ അവർക്കൊരു, ശരിക്കും നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷനാണ്. അവർക്ക് ലൈഫിൽ നിന്നിട്ടും ഫേസ് ചെയ്യാം, എന്തും ചെയ്യാൻ പറ്റും എന്ന രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് സമാധാനത്തിന് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, യെസ്, അവർ തീർച്ചയായിട്ടും കിങ് ആവണമെന്നില്ല കേട്ടോ, ക്വീൻ എങ്കിൽ ക്വീൻ അങ്ങനെ എടുക്കും. ഓക്കെ, ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്.
ഐ ഹാവ് സോ മച്ച് പാഷൻ ആൻഡ് ഡിസയർ ഫോർ യു ഡ്രൈവ്സ് മീ മാഡ്. ഏസ് ഓഫ് വാൻസിൻ്റെ കാർഡ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ശരിക്കും ഇരിക്കപ്പുറത്തില്ല. അപ്പോൾ ഓക്കെ, നിങ്ങളെ കാണണം, നിങ്ങളെ മീറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ വേണം, അട്രാക്ഷനും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. അവർ അത്രയും പാഷൻ ഡിസയർ ഒക്കെ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളാണ് ഇവിടെ വിട്ടുപോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും നിങ്ങൾ ചെയ്തെടുത്ത സ്റ്റെപ്പ് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഡേ ഡ്രീം ഓഫ് എ ഫ്യൂച്ചർ ടുഗെദർ. ലവേഴ്സ് എനർജി എന്നൊക്കെ പറയാം. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ അവർ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നുണ്ട്. ഐ ലൈക്ക് സ്ലീപ്പിംഗ് നെക്സ്റ്റ് യു. ഈ ഒരു ആക്ച്വലി ഇന്ന് കുറച്ചൊരു പാഷനേറ്റ് എനർജിയാണ് എനിക്ക് കൂടുതൽ വരുന്നത്. എല്ലാ കാർഡ്സും അങ്ങനെയാണ് പറയുന്നത്. ഒരല്പം അട്രാക്ഷൻ പാഷൻ എന്ന രീതിക്കാണെന്ന് കൂടുതൽ, എന്ന് വെച്ചാൽ അത് ഇമോഷൻസ് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, അതുകൊണ്ട് യു ആർ സോ ഡിഫറെൻറ്റ് ഫ്രം എനി വൺ ഐ നോ യെറ്റ് യു ഫീൽ സോ ഫെമിലിയർ. നിങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. അവർക്ക് അറിയുന്ന ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ അവർ പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾ വളരെ വ്യത്യാസമാണ്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് നിങ്ങളോട് ഒരു നമ്മൾ പറയില്ലേ, ജന്മാന്തരങ്ങളായിട്ട് അറിയുന്ന, അതാണ് പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കണക്ഷനൊക്കെയാണ്. അപ്പം നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടും തോന്നുന്നുണ്ട്. ഒട്ടും എവിടെയോ നമ്മൾ പരിചയമുണ്ട് നേരത്തെ എന്നൊക്കെ പറയില്ലേ. താങ്ക് യു ഫോർ ബീങ് ദെയർ ഫോർ മീ വെൻ ഐ നീഡഡ് ഇറ്റ് ദ മോസ്റ്റ്. നിങ്ങൾ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഐ തിങ്ക് അവർക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്. സോ അതിന് അവർ താങ്ക്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവർ വരുന്ന മെസ്സേജസ് ആയിട്ട് എടുത്തോളൂ. മതി, ഇത്രയേ പറയുന്നുള്ളൂ. വാവ്, സോ ദിസ് ഇസ് ഹൗ റിയൽ ലവ് ഫീൽസ് ലൈക്ക്. അവർക്ക് ചില സിറ്റുവേഷൻ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ചില ആൾക്കാർ, ചില വ്യക്തികൾ ഓക്കെ, ഒരു റിയൽ ലവ് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ, സീരിയസ് ആയിട്ടൊക്കെ നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതൊരു പേടി ക്രിയേറ്റ് ചെയ്യും അവർ മനസ്സിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ അവർക്കത് ടെൻഷനാണ്. കാരണം അങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ്, അങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പ്, സീരിയസ് ആയിട്ടൊരു സ്നേഹം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് ലൈഫിനെ തന്നെ പലതരത്തിൽ മാറ്റേണ്ട അവസ്ഥകൾ വരും. അപ്പോൾ അതൊക്കെ ഓർത്ത് ചിലവർക്കൊരു പേടി തോന്നും. ഓക്കെ, ഇവിടെ അങ്ങനെയാണ് അവരിപ്പോൾ പറയുന്നത്, നിങ്ങളുമായിട്ട് റിയൽ ലവ് അവർ ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഐ കാൻ വെയിറ്റ് ടു സീ യു അഗൈൻ. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ കാണണം നല്ലോണം ആഗ്രഹമുണ്ട് കുറച്ച് പേർക്ക്. അത് മേ ബി നിങ്ങൾ തമ്മിൽ മീറ്റിങ്ങിൻ്റെ ഒരു അവസരം വരുന്നുണ്ടാവാം. മീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ, നിങ്ങളെ കാണണം എന്നൊരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു പാഷനേറ്റ് മീറ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, ആ ഒരു പാഷൻ്റെ എനർജിയാണെന്ന് കൂടുതൽ വരുന്നത്. അതിൻ്റെ കൂടെ ഇമോഷൻസ് ഉണ്ട്. നിങ്ങളെ മേ ബി നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതോ ചെയ്തതോ, നിങ്ങൾ വിട്ടു പോകണു, ഞാൻ പോകുന്നു എന്ന രീതിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം ചിലപ്പോൾ അവർ ട്രിഗർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളെ നഷ്ടപ്പെടാൻ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കണം എന്ന രീതിക്ക് അവർക്കുണ്ട്. നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യാമെന്ന് പറയും അല്ലേ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, എനിവേ ഇതൊരു അടുത്ത 2 ദിവസത്തെ എനർജിയാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. സോ ഹോപ്പ്ഫുള്ളി ഇതെല്ലാവരും നിങ്ങൾക്കൊക്കെ സത്യമായിട്ട് വരട്ടെ. ഓക്കെ, എന്തായാലും ഞാനത് മാറ്റാം. ഓക്കെ, 1-2 ദിവസം ഞാൻ ഉണ്ടാവില്ല ഇടയിൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.